ഏതെങ്കിലും കേട്ടുകേഴ്വികളോ അതല്ലെങ്കിൽ പുസ്തകത്തില് എവിടെയോ ഉള്ള ഒരു കാര്യമായിട്ട് മാത്രമാണ് മഹ്ജർ സാഹിത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. ജിബ്രാൻ എന്ന ഒരൊറ്റ സാഹിത്യകാരനെ അല്ലെങ്കിൽ മിഖായിൽ നഈമിയൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പലരെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ പോലും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ? ജിബ്രാനെയും മിഖായിൽ നഈമിയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് അദബുൽ മഹ്ജർ എന്ന് നിങ്ങൾക്ക് അറിവ് പോലും ഉണ്ടാവില്ല. അപ്പോ ഒന്നും അറിയാത്തതിൽ നിന്നും എന്തെങ്കിലും പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവൂല എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അപ്പോ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, മാക്സിമം മൈക്ക് മ്യൂട്ട് ചെയ്ത് എന്നോട് സഹകരിക്കണം. ഓക്കെ, അപ്പോ മാക്സിമം നിങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് തന്നെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏറ്റവും അവസാനം നിങ്ങൾ ചോദിക്കുക, കാരണം ബാക്കിയുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവും. ഇനി അദബുൽ മഹ്ജറിന്റെ പരീക്ഷകളുടെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വിഷയം അതാണ്. നമ്മൾ പരീക്ഷയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ പരീക്ഷകളെക്കാളേറെ ഈ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കുറവ് ഭാഗം വരുന്ന ഒരു ഏരിയയാണ് മഹ്ജർ, സ്പെയിൻ ലിറ്ററേച്ചർ എന്ന് പറയാം. ചില പരീക്ഷകൾക്ക് സ്പെയിനെ കുറിച്ച് ചോദിക്കാറില്ല. ഈ ചില പരീക്ഷകൾക്ക് നമ്മളിന്ന് മഹ്ജർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ചില പരീക്ഷകൾക്ക് സ്പെയിൻ ചോദിക്കാറുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് മഹ്ജറിനുള്ളത്. ചില പരീക്ഷകൾക്ക് ചോദിക്കാറ് പോലും ഉണ്ടാവില്ല, ചില പരീക്ഷകൾക്ക് ചോദിക്കുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ അതിന്ന് ഡിസ്കസ് ചെയ്യും, തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ആ ഒരു ചോദ്യം മഹ്ജറിലെ കേട്ടറ്റ് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടതില്ലാതിരുന്ന ഒരു ഭാഗമാണ്. കഴിഞ്ഞ കേട്ടറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ട്. പല ഉള്ള ഏരിയകളിൽ നിന്നാണ് കഴിഞ്ഞ കേട്ടറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദ്യ പേപ്പറുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. സാരമില്ല, നമ്മളതനുസരിച്ച് മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലെ. അവര് മാറുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയാൽ മതി. അതിനപ്പുറത്തേക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ പഠിക്കേണ്ട സാധനങ്ങളെ വളരെ ക്രിസ്പിയായി മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് മൂവ് ചെയ്യുക എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ വേണ്ട ഒരു തീരുമാനം എന്ന് വെച്ചാൽ നമുക്കിത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ള ഒരു ഇത് വേണം. ഓക്കെ, ഇപ്പൊ മഹ്ജർ എന്നൊരു വാക്കിൽ നിന്ന് ഞാൻ ജസ്റ്റ് അതിലേക്ക് വരുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. മഹ്ജർ എന്ന വാക്കൊക്കെ നമ്മൾ ആദ്യമായി കേട്ട് തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയോടുകൂടിയാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന്, അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഖുറൈശികളുടെ അക്രമം ഭയന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും യാത്ര ചെയ്തത് മുതലാണ് മഹ്ജറിന്റെ ഒരു നമുക്കറിയാവുന്ന ചരിത്രം തുടങ്ങുന്നത്. അറബികളുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇന്ന ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിന്ന് താമസിക്കുന്നവരല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ബാക്കിലോട്ട്, അഥവാ ജാഹിലിയ കാലഘട്ടത്തില് അക്കാദ് സൂക്കുകളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഉണ്ടായിട്ടുള്ള സൂക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പം ഒരിടത്ത് നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ അറബികൾ അടുത്ത സ്ഥലത്തേക്ക് പോകും, പിന്നെ കുറച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകും, അവിടെ പോയി കൂട്ടുകൂടും. ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ളവരായിരുന്നു ഈ പറയുന്ന അറബികൾ. ഇത് അറബികളുടെ ഒരു ടെൻഡൻസിയാണ്. ഈ 19-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ സമയം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധവും അതിനു മുമ്പ് തന്നെ ഒരുപാട് അക്രമങ്ങൾ, പലതരത്തിലുള്ള സൈനിക ശക്തികളും ലോകശക്തികളും സാമ്പത്തിക ശക്തികളും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും അറബികൾക്കിടയിലാണെങ്കിൽ, ഞാൻ വളരെ പതിയെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്, അറബികൾക്കിടയിലാണെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടമാണ്. അപ്പം അതുമായി ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആഭ്യന്തര ഇഷ്യൂകൾ നടക്കുന്നുണ്ട് അറബികൾക്കിടയിൽ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ ഒരുപാട് കുട്ടികളുടെ അക്രമം ഭയന്നുകൊണ്ടും മറ്റു ചില സാമ്പത്തികമായിട്ടുള്ള സ്വാഭാവിക, നിങ്ങൾക്കറിയാലോ, ഒരു നാട്ടിലൊരു യുദ്ധമോ അസുഖമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും, ശാരീരികമായി മാനസികമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പൊ അതുപോലെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ മുഹാജിരീങ്ങൾ എന്നുകൊണ്ട് ഇവിടെ മഹ്ജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബെന്യാമിന്റെ ആട് ജീവിതം, അദ്ദേഹം അത് എഴുതുന്നത് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിലെ ആ ഒരു മരുഭൂമിയിലൊക്കെ വെച്ചിട്ടൊക്കെയാണ്.
അപ്പൊ അതിന് നമ്മൾ പിന്നീട് വിളിച്ചത് അതാണ് അദബുൽ പ്രവാസി എന്നാണ്. നിങ്ങൾ എങ്ങനെ തന്നെ പഠിക്കുക, അല്ല അറബി സാഹിത്യകാരായോണ്ടാണ് പ്രവാസി സാഹിത്യം എന്ന് വിളിച്ചത്. പക്ഷെ അറബികൾക്കിടയിലുള്ള പ്രവാസി സാഹിത്യത്തിന്റെ മറ്റൊരു എന്താണ് ടെർമിനോളജിയാണ് അദബുൽ മഹ്ജർ എന്ന് പറയാം. അപ്പോ നമ്മൾ ഇന്ന് അദബുൽ മഹ്ജറിനെ കുറിച്ചിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം, ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറയാണ്. ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ എക്സാമിൽ ചോദിക്കുമെന്ന ഉറപ്പോട് കൂടി ഇത് പഠിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഒരു കേട്ടറ്റിനോ PSC ക്കോ വേണ്ടി പഠിക്കണം. PSC പഠിക്കുന്ന കുട്ടികൾക്കും മനസ്സിലാവുന്ന അല്ലെങ്കിൽ എനഫായിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോ അതിനപ്പുറത്തേക്ക് ഒരു പഠനം നിങ്ങളുടെ ഒരു സെഷനിൽ നിന്ന് നടത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സമയം നമ്മുടെ മുമ്പിൽ വളരെ ഷോർട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ എന്താണ് അദബുൽ മഹ്ജർ നമുക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു ചെറിയൊരു ചോദ്യത്തിലേക്ക് വരാം. അൽ യത്തുലുക്ക് മുസ്തലഹ അദബുൽ മഹ്ജർ, മഹ്ജർ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദബാഉൽ അറബുൽ മുഹാജിരീന ഇലൽ അംരീക്കത്തെ, രണ്ട് അമേരിക്കകളിലേക്ക് യാത്ര പോയിട്ടുള്ള അറബികളായിട്ടുള്ള സാഹിത്യകാരന്മാരാണോ? ഔ ഇലൽ ആഫ്രിക്ക, ആഫ്രിക്കയിലേക്ക് പോയിട്ടുള്ളവരാണോ? ഔ ആസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ളവരാണോ? അവൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവരാണോ? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാട്ടോ, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അമേരിക്ക അഥവാ വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും, മാക്സിമം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ, കാരണം നിങ്ങൾ ഇങ്ങനെ സംസാരം വരുമ്പോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എല്ലാവരെയും മൈക്ക് ഓൺ ആക്കേണ്ടി എല്ലാവരും ഓഫ് ചെയ്യേണ്ടി വരരുത്. ഓക്കെ, അപ്പം രണ്ട് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്ര പോയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളെന്ന് പറയുന്നത് മുഹാജിരീങ്ങൾ എന്ന് പറയാം. അപ്പൊ അതിന്റെ അകത്ത് വടക്കേ അമേരിക്കയും വരുന്നുണ്ട്, തെക്കേ അമേരിക്കയും വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇനി കഴിഞ്ഞ എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, എന്താണ് ഉദബാഉൽ മഹ്ജർ അദബു നശ്അത്തി അഹ്ലി ബിലാദി ഷാം. ഈ മഹ്ജർ എന്ന് പറയുന്നത് ഷാമുകാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഖാസത്തൻ, പ്രത്യേകിച്ചും അവര് ഏത് സ്ഥലത്തുള്ളവരാണ്? സിറിയക്കാരായിരുന്നു, ലബനോൻ പ്രദേശത്തുള്ളവരായിരുന്നു, അമേരിക്കയിലുള്ളവരായിരുന്നു, യൂറോപ്പിലുള്ളവരായിരുന്നു. നമ്മൾ പറഞ്ഞു ലബനോനിൽ നിന്നും സിറിയ നിന്നും മുട്ടുള്ളവരാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ഏത് ഭാഗത്തുള്ളവരാണെന്നാണ് ചോദ്യം. അഥവാ ഏറ്റവും കൂടുതൽ ആൾക്കാര് എവിടെ നിന്ന് പോയി എന്നുള്ളതാണ് ചോദ്യം. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കൂ. ലബനോണുകാരാണ് കൂടുതലും, ലബനോണുകാരായിരുന്നു എന്നുള്ളതാണ്. ലബനോണികളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സിറിയക്കാരുണ്ടായിരുന്നില്ല എന്നല്ല അർത്ഥം, മറിച്ച് സിറിയക്കാരുണ്ട്, പക്ഷെ കൂടുതലും ലബനോണികളായിരുന്നു എന്നുള്ളതാണ്. ഷാഇറുൻ ലൈസ മിൻ ഉദബാഉൽ മഹ്ജർ, നിങ്ങൾ ആൻസർ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ആൻസർ ചെയ്യും. നിഹായി നൈമയാണോ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആണോ, ഇല്യ അബൂമാലി ആണോ, അതല്ല ദഅബൽ ഖസാഇ ആണോ? ആരാണോ മഹ്ജർ സാഹിത്യകാരന്മാരിൽ പെടാത്ത വ്യക്തി? കവി. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ദഅബൽ ഖസാഇ എന്നുള്ള വ്യക്തിയാണ്. ദഅബൽ ഖസാഇ ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ദഅബൽ ഖസാഇ ഏത് കാലഘട്ടത്തിലാണ്? ദഅബൽ ഖസാഇ ഒരു അമവി കാലഘട്ടത്തിലെ, അമവിയ കാലഘട്ട അല്ല അബ്ബാസിയ കാലഘട്ടത്തിലെ കവിയാണ് കേട്ടോ. അബ്ബാസിയ കാലഘട്ടത്തിലെ ഒരു കവിയാണ് ആര്? ദഅബൽ ബിൻ അലി ബിൻ റസീൻ അൽ ഖസാഇ. അപ്പൊ അദബുൽ മഹ്ജർ എന്താണെന്ന് നമ്മൾ പറയാണ് കേട്ടോ. അദബുൽ മഹ്ജർ അല്ലെങ്കിൽ ഷുഅറുൽ മഹ്ജർ എന്താന്ന് പറയാണ്. ഷുഅറാഉൽ അറബു ആഷു വനളമു ഷിഅറുഹു വകിതാബാതുഹും ഫിൽ ബിലാദ് അല്ലദി ഹാജറു ഇലൈഹ വആഷു ഫിഹ.
അഥവാ നമ്മൾ മെഹ്ജർ എന്ന് പറയുന്നത് അറബികളായിട്ടുള്ള കവികളെയാണ്. ഷുറാഉൽ അറബ്. ആഷു അവർ ജീവിച്ചു, വനളമു അവർ കവിത രചിച്ചു, ഷിഅരിഹിം വ കിതാബാത്തിഹിം അവരുടെ കവിതകളും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളും അവിടെ ഉണ്ടായി. ഫിൽ ബിലാദില്ലതി ഹാജറു അവർ ഹിജറ പോയ സ്ഥലത്തേക്ക്, വഅശു ഫിഹ അവർ ജീവിച്ച സ്ഥലത്തേക്ക്. അപ്പം ഒരു പൊതുകൂട്ടം കവികൾ ഒരു കുറെ സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നുകൊണ്ട് എഴുതുകയും കവിത പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം അറബി കവികളെയാണ് നമ്മൾ മുഹാജിരീങ്ങൾ എന്ന് പറയാം. ഔ യതുലുകു ശുഅറാ അൽ മുഹാജിരീൻ അലാ ആദത നഖ്ബത മിൻ അഹ്ലി ശാം ഷാമുകാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ മുഹാജിർ കവികൾ എന്ന് പറയാം. ഖാസത്തൽ ലബ്നാനിയീൻ പ്രത്യേകിച്ചും ലബ്നാനുകാരായിട്ടുള്ള വ്യക്തികൾ. അല്ലദീന ഹാജറു ഇലൽ അംരീകിയത്തി ഷിമാലിയ വൽ ജനൂബിയ തെക്കേ അമേരിക്കയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും. ജനൂബ് എന്ന് വെച്ചാൽ തെക്കും, ഷിമാൽ എന്ന് വെച്ചാൽ വടക്കും. അപ്പം തെക്കേ അമേരിക്കയിലേക്കും വടക്കേ അമേരിക്കയിലേക്കും ഹിജറ പോയി അവിടെ ചെന്നുകൊണ്ട് സാഹിത്യത്തിൽ മുഴുകിയിട്ടുള്ള അറബി കവികളെ അല്ലെങ്കിൽ സാഹിത്യകാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുഹജർ സാഹിത്യം എന്നുള്ളത്. മെഹിജർ സാഹിത്യം എന്നുള്ളത് മറക്കരുത്. ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ രണ്ട് കാറ്റഗറിയാ സാറേ. നുഹ്ബത്ത് എന്ന് വെച്ചാൽ കൂട്ടം നിർത്തുന്നു കേട്ടോ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മൾ നഹ്ബത്ത് എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഒന്ന് ഷിമാല് ഭാഗത്തുള്ളവരുണ്ട്, മറ്റൊന്ന് ജനൂബ് ഭാഗത്തുള്ളവരുണ്ട്. ഷിമാല് ഉണ്ട്, ജനൂബ് ഉണ്ട്. ഷിമാൽ എന്ന് പറയണത് വടക്കു ഭാഗത്തുള്ളവര് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അൽ വിലായത്തുൽ മുത്തഹിദത്തുൽ അമേരിക്ക, അഥവാ ന്യൂയോർക്ക് കേന്ദ്രീകൃതമായി കൊണ്ട് പ്രവർത്തിച്ചുള്ളവരാണ് ഈ പറയുന്ന ഓക്കെ. അപ്പോ ഈ അമേരിക്കൻ ന്യൂയോർക്ക് കേന്ദ്രീകൃതമായി കൊണ്ട് എന്താണ് യാത്ര നടത്തിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ വടക്കേ അമേരിക്കയിലുള്ള ഗ്രൂപ്പ് എന്ന് പറയാം. ഇനി എന്താണ് തെക്കേ അമേരിക്കയിലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അവര് ബ്രസീല്, അർജന്റീന, വെനസ്വേല, ചിലി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര പോയവരാണ്. ഇവരെല്ലാവരും അറബികൾ തന്നെയാണ്. പക്ഷെ അവരെന്താണ്, നമ്മളിപ്പോ ഗൾഫിലൊക്കെ യാത്ര പോകൂലേ, അല്ലെങ്കിൽ UAE-യില്, US-ല്, UK-ലൊക്കെ നമ്മൾ പഠിക്കാൻ പോകൂലേ, അപ്പൊ അതുപോലെ അറബികളായിക്കൊണ്ട് രണ്ടിടങ്ങളിലേക്ക് പോയിട്ടുള്ളവരാണ്. നിങ്ങളൊന്ന് വേൾഡ് മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാലും മതി. നമ്മൾ അമേരിക്കകളെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് വടക്കേ അമേരിക്ക എന്നും തെക്കേ അമേരിക്ക എന്നും. ഈ വടക്കേ അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിലുള്ളതാണ് എന്ത്, ഈ അമേരിക്ക. അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിൽ പെട്ടതാണ് ബ്രസീലും അർജന്റീനയും വെനസ്വേലയും ചിലിയൊക്കെ. അപ്പൊ അവിടേക്കൊക്കെ യാത്ര പോയിട്ടുള്ളവരാണ്. അപ്പൊ ഇങ്ങനെ ഇവര് പോയ സമയത്ത് ഇവരെന്ത് ചെയ്തു? രണ്ട് സംഘടനകൾ സ്ഥാപിച്ചു. നിങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഞാനൊന്ന് പറയാണ്. കുറെ പ്രശ്നങ്ങൾ കാരണത്താൽ എന്താണ് ഒരു കൂട്ടം അറബികൾ എന്ത് ചെയ്യാണ്, അവരുടെ ലബനാനിൽ നിന്നും അല്ലെങ്കിൽ സിറിൽ നിന്നും അവരിങ്ങനെ യാത്ര പോവുകയാണ്. അവർ യാത്ര പോയി രണ്ടിടങ്ങളിലേക്ക് പോയി. ഒന്ന് വടക്കേ അമേരിക്കയിലേക്കും പോയി, ഒരു കൂട്ടം തെക്കേ അമേരിക്കയിലേക്കും പോയി. നമ്മൾ അതുവരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ വടക്കേ അമേരിക്കയിലേക്കുള്ള ചെന്നിട്ടുള്ള ആൾക്കാർക്കിടയിൽ സാഹിത്യ പരിപോഷിപ്പിക്കാൻ വേണ്ടി 1920 ജിബ്രാൻ ഖലീൽ ജിബ്രാന് ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയുടെ പേര് എന്തെന്ന് എപ്പോഴും ചോദിക്കും. അതാണ് റാബിത്തത്തുൽ കലമിയ. മനസ്സിലാക്കണം. 1920 വടക്കേ അമേരിക്കയിലേക്ക് പോയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ സാഹിത്യ പരിപോഷകത്തിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് റാബിത്തത്തുൽ കലമിയ. കിട്ടിയല്ലോ. ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയുടെ പേരാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദ്. അതായത്
റാബിത്തത്തുൽ കലമിയെ അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പങ്ക്തികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തണ്ടേ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടത്തിന് പഠിക്കുന്നു, എല്ലാരും കേട്ടത്തിനാ പഠിക്കുന്നത്, പക്ഷെ ഒരു നല്ല രൂപത്തിൽ പഠിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? അൽ മുർഷിദ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും അതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയല്ലേ? എല്ലാരും അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർത്ത് എന്താണ് പഠിപ്പിക്കുന്നു. അപ്പൊ ഇതുപോലെ 1916 മുതൽ എന്ത് ചെയ്യാണ്? റസ്റ്റ ടീച്ചറും ബഷീർ സാറും ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന് പറയാൻ കേട്ടോ, നിങ്ങൾ 1916 അവര് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ റസ്റ്റ ടീച്ചറും ബഷീർ സാറും ആസാ സാറൊക്കെ ഇങ്ങനെ എന്ന് ആലോചിക്കാണ് എന്ത്, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, അൽ മുർഷിദ് ഗ്രൂപ്പ് ക്രിയേറ്റ്, നമുക്ക് കുറെ ആൾക്കാരെ ചേർത്ത് ഇത് പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ജിബ്രാനായിട്ടുള്ള ആരാണ്? റസ്റ്റ ടീച്ചറെന്നോ ബഷീർ സാറെന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അവർ വന്ന് എന്താണ് 1920 ആകുമ്പോൾ ഓൺലൈനിൽ ന്യൂയോർക്കിലൂടെ എന്താണ് റാബിത്തത്തുൽ കലമിയെ സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് നമുക്ക് ഒരിടത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇത് വന്ന സമയത്ത് അമീദ് അതിന്റെ ബേസിക് പ്രിൻസിപ്പൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട റയീസായിട്ട് വന്ന ആളുടെ പേരാണ് ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ അറിയാത്ത ആരും ഉണ്ടാവൂല. അതുകൊണ്ട് ജിബ്രാൻ ഓർത്തിരിക്കാൻ കോഡൊന്നും നിങ്ങൾ വേണ്ട. ഓക്കെ. പിന്നെ ഈ നിയമോപദേഷ്ടാവ് അഥവാ മുസ്തഷാർ എന്ന് പറയും. അതായത് നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന എന്തിനും ഒരു ഭരണഘടന വേണമല്ലോ. അപ്പോ ഈ റാബിത്തത്തുൽ കലമിക്ക് ആവശ്യമായിട്ടുള്ള നിയമ സംഹിതകളൊക്കെ ഉണ്ടാക്കുന്നവരാണ് മീഖായി നഈമയാണ്. അദ്ദേഹമാണ് അതിന്റെ മുസ്തഷാർ എന്ന് പറയാം. ഇനി സ്വാഭാവികമായിട്ട് ഒരു സംഘടന പൈസ തരൂലേ? എന്തൊരു ഗ്രൂപ്പായിരുന്നാലും 4 പേര് ചേർന്നാലും ചായ കുടിക്കാൻ പൈസ വേണ്ടേ? അതിന് കണക്ക് ചോദിക്കണ്ടേ? അങ്ങനെ കണക്ക് എഴുതാൻ ഒരു കണക്ക് പിള്ള വേണ്ടേ? അങ്ങനെ എന്ത് ചെയ്തു? കാസ്റ്റഫിലിസ് എന്ന് പറയുന്ന കാസ്റ്റഫിലിസ് എന്ന് പറയുന്ന കണക്ക് പിള്ളയവര് വെച്ച്. ഇത് ഈ കാസ്റ്റഫിലിസിനെ നിങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തെന്നറിയാവോ? ഈ കാസ്ട്രോ എന്ന് പറയുന്ന ഒരു നമ്മുടെ എന്താണ് ഒരു ഇതുണ്ട്, ഒരു ടൈപ്പ് ഓഫ് പെട്രോളിയം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പെട്രോൾ ഒക്കെ വാങ്ങിയ കാസ്ട്രോ. പേര് കാസ്റ്റഫിലിസ് എന്ന് അന്ന് പേരുണ്ടായിരുന്നു. ഇവരെന്തേന്നറിയാവോ? പൈസ സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കാസ്ട്രോയുടെ പെട്ടി പൊട്ടിച്ചിട്ട് കാസ്ട്രോയിലെ ഇട്ടിരുന്നു. കാസ്ട്രോയുടെ പെട്ടി പൊട്ടിച്ചിട്ട് കാസ്ട്രോ പോസ്റ്റിൽ ഇട്ടിരുന്നു എന്ന് ഓർത്തുന്നു. അപ്പൊ കാസ്റ്റഫിലിസ് നിങ്ങൾക്ക് ഓർക്കും കിട്ടും. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് റഷീദ് അയ്യൂബ്, അമീനു റൈഹാനി, ജിബ്രാന്, പബ്ജി സ്ട്രീമറും ഉണ്ടല്ലേ. ഓക്കെ. പിന്നെ ജിബ്രാൻ, ഖലീൽ ജിബ്രാന്, നസീബ അലിയ, ഈലിയ അബു മാദി, മീഖായി നഈമ, അബ്ദുൽ മസീ ഹദ്ദാദ്, നദ്റ ഹദ്ദാദ് തുടങ്ങിയവരെല്ലാം എന്താണ് ഈ പറയുന്ന റാബിത്തത്തുൽ കലമിയുടെ മെമ്പറായിരുന്നു. ഓക്കെ. ഇനി അടുത്തത് അസ്ബത്തുൽ അന്ദലുസിയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സംഘടന രൂപീകരിച്ചെന്ന് പറഞ്ഞാൽ, അഥവാ ഈ എന്താണ് ന്യൂയോർക്ക് സ്ഥാപിതമായിട്ട് പോയിട്ടുള്ള എന്ത് ചെയ്തു? ഒരു സംഘടന രൂപീകരിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്താണ് ഈ തെക്കേ അമേരിക്കയിലേക്ക് പോയിട്ടുള്ള, പ്രത്യേകിച്ചും സാൻ പോളോ തുടങ്ങിയിട്ട്, അഥവാ ബ്രസീലിലെ സാവോ പോളോ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ ചേർന്ന് കൊണ്ട് എന്ത് ചെയ്യാണ് സാൻ പോളോ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കാൻ. ആ സംഘടനയ്ക്ക് അവർ പേര് കൊടുത്തത് അൽ അസ്ബത്തുൽ അന്ദലുസിയ എന്നാണ്. അൽ അസ്ബത്തുൽ അന്ദലുസിയ. ഇപ്പൊ റാബിത്തത്തുൽ കലമിയെ ന്യൂയോർക്കിലാണ് ജിബ്രാനാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അസ്ബത്തുൽ അന്ദലുസിയ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? മീഷാൽ മാലൂഫാണ്. അത് അസ്ബത്തുൽ അന്ദലുസിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് ആള് തട്ടിപ്പോയി. അങ്ങനെ ആള് തട്ടിപ്പോയി. ആ സമയത്ത് ആര് കയറി? സെക്കൻഡ് റയീസായിട്ട് റഷീദ് സലീം ഹൂരിയാണ് വരണത്. അതിന് ചില ആൾക്കാർ പറയുന്നത് ഈ ഓക്കെ ഇങ്ങനെ 3 അന്ദലുസിയ എന്നാ പറയും. അന്ദലുസിയ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അന്ദലുസിയ എന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറയാം. അപ്പൊ അസ്ബത്തുൽ അന്ദലുസിയ എന്ത് ചെയ്യാണ്? രണ്ടാമതായിട്ട് റഷീദ് സലീം ഹൂരിയാണ് കൊണ്ടുവന്നത്. ഇനി അവര് കൊണ്ടുവന്ന ഒരു മജല്ല ഉണ്ടായിരുന്നു. അല്ലെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ അവര് കൊണ്ടുവന്ന ഒരു മജല്ലയുടെ പേരാണ് അൽ അസ്ബ എന്ന് പറയും. അസ്ബാന്നോ എനിക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വായിച്ചു. ഇനി അതിലുണ്ടായിരുന്ന കുറച്ച് വ്യക്തികളാണ് മീഷാൽ മാലൂഫ്, റഷീദ് സലീം ഹൂരി, ഇല്യാസ് ഫർഹാത്ത്, ഫൗസി മാലൂഫ്, ജോർജ് സ്വൈദഹ്. ഈ ജോർജ് സ്വൈദഹ് ഞാൻ തുടക്കത്തിലെ ഒന്ന് പറയാം. ഈ ജോർജ് സ്വൈദഹിന് മറ്റൊരു സംഘടന ഉണ്ടായിരുന്നു. മൂന്നാമതൊരു മഹ്ജർ സംഘടനയുണ്ട്. അതിനെ നമ്മൾ റാബിത്തത്തുൽ അദബിയ എന്ന് പറയും. റാബിത്തത്തുൽ അദബിയ നമ്മൾ അവസാനം പറയും കേട്ടോ. 1949 അർജന്റീനയിലാണ് എന്ത് ചെയ്യുന്നത്? ജോർജ് സ്വൈദഹ് റാബിത്തത്തുൽ അദബിയ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അസ്ബത്തുൽ അന്ദലുസിലെ അംഗം അല്ലേ? അദ്ദേഹം അംഗമാണ്.
പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ വേറെ സ്ഥലത്ത് പോയപ്പോ എന്ത് ചെയ്തു? അയാളുടെ നേതൃപാഠം വെച്ച് അവിടെ അദ്ദേഹം വീണ്ടും ഒരു സംഘടന ഉണ്ടാക്കി. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? എന്താണ് മെഹ്ജർ എന്ന് നമ്മൾ പറഞ്ഞു. മെഹ്ജറിലെ ജനൂബി പറഞ്ഞു, ഷിമാലി പറഞ്ഞു. ഇനി മറക്കരുത് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്ക് പ്രധാനപ്പെട്ട റാബിത്തത്തുൽ കലമിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യണം. റാബിത്തത്തുൽ കലമിലെ പ്രധാന വ്യക്തികളെ പറ്റിയിട്ടാണ്. കൂടെ വന്നോണേ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വളരെ ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങൾ ഇത് പഠിക്കാം. കാരണം വലിച്ചു വാരി പഠിക്കണ്ട. കാരണം നെറ്റിന് പോലും ചില ആൾക്കാരെ ആവശ്യമില്ല. നെറ്റ് എക്സാമിന് പോലും വലിയ വലിയ കിക്കന്മാർ എഴുതുന്ന നെറ്റ് എക്സാമിന് പോലും ആവശ്യമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ, അവർക്ക് പോലും വേണ്ട. പക്ഷെ എന്നാലും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ മക്കൾ. അതുകൊണ്ട് നിങ്ങളൊന്ന് കൂടെ ഇരിക്കണേ. ഇപ്പൊ റഷീദ് അയ്യൂബ്. ഓക്കെ, റഷീദ് അയ്യൂബിനാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത്. ഇദ്ദേഹമാണ് തലതൊട്ടപ്പം. നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മളെ എല്ലാത്തിനും ഒരു തുടക്കത്തിൽ ഒരു വ്യക്തിയുണ്ട്. അതുപോലെ റഷീദ് അയ്യൂബാണ് എന്ത് ഇതിന്റെ ആദ്യത്തിൽ ജനിക്കണ വ്യക്തി. 1871 അദ്ദേഹം ജനിക്കുന്നത്. നിങ്ങൾ വർഷമൊന്നും പഠിക്കണ്ട. 1940 അദ്ദേഹം മരിക്കണത്. ഇദ്ദേഹം ഒരു ലബനോൺ കവിയാണ്. ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ഒരു ലബനോണി കവിയാണ്. അദ്ദേഹം ജനിക്കുന്നത് ലബനോണിലെ ബസ്കന്ത എന്ന ഗ്രാമത്തിലാണ്. ഇദ്ദേഹം ബസ്കന്ത എന്ന ഗ്രാമത്തിലാണ്. ഇദ്ദേഹം റാബിത്തത്തുൽ കലമിയുടെ മെമ്പറാണ്. അപ്പൊ നമ്മൾ റഷീദ് അയ്യൂബ് പറഞ്ഞു, ബസ്കന്തയിൽ ജനിച്ചു എന്ന് പറഞ്ഞു, റാബിത്തത്തുൽ കലമിയുടെ മെമ്പറാണെന്നും പറഞ്ഞു. 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഓർമ്മയുണ്ടാവണം. ഇനി ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? റഷീദ് അയ്യൂബ് എന്നാണ്. പക്ഷെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഷാഇറു ദർവേഷ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷാഇറു ഷാക്കി വൽ ബാക്കി എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിന് 2 കാരണങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന് ഒരു കവിതാ സമാഹാരം ഉണ്ട്. എന്തെന്നറിയോ? അതിന്റെ പേരാണ് അഗാനിയ ദർവേഷ്. അതിലേക്ക് ചേർത്ത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ദർവേഷ് എന്ന് വിളിക്കുക. ഓക്കെ, ഇദ്ദേഹത്തെ ഷായിറു ഷാക്കി വൽ ബാക്കി എന്ന് പറയും. എന്താണ് എന്താണ് ഭയങ്കര സങ്കടം പറയുന്ന കരയുന്ന കവിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചെറുപ്പ കാലഘട്ടത്തിലെ, വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. വിവാഹത്തിന് ശേഷം മക്കൾ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു. അങ്ങനെ ഇദ്ദേഹത്തെ ഇങ്ങനെ അങ്ങോട്ട് വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അപ്പൊ അതിന്റെ മേൽ ഇദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന ജിബ്രാൻ മരണപ്പെട്ടതൊക്കെ ഇദ്ദേഹത്തിന് വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വിളിച്ച പേരാണ് ഷായിറു ഷാക്കി വ ഷായിറുൽ ബാക്കി. എന്താണ്? കരയുന്ന കവി എന്നും, എന്താണ് അതുപോലെ തന്നെ ഷക്വ അല ദഹർ, കാലഘട്ടത്തെ കുറിച്ച് പരാതി പറയുന്ന കവി എന്നും പറയാറുണ്ട്. ഇദ്ദേഹം മരണപ്പെടുന്നത് അമേരിക്കയിലെ ബ്രോക്കണിലാണ്. 1941. ഇദ്ദേഹത്തിന് 3 ദീവാനുണ്ട്: അയ്യൂബിയാത്ത്, അഗാനിയ ദർവേഷ്, ഏതൊക്കെയാണ്? അയ്യൂബിയാത്ത്, അഗാനിയ ദർവേഷ്. 3 കൃതികളുമാണ് ആർക്കുള്ളത്? റഷീദ് അയ്യൂബിനുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. ഇനി അടുത്ത നമ്മൾ നോക്കണേ. അടുത്ത വ്യക്തിയാണ് അമീനു റൈഹാനി. ഓക്കെ, അമീനു റൈഹാനി. അമീനു റൈഹാനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ് ഞാൻ അമീനു റൈഹാനി ഉൾപ്പെടുത്തിയത്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അറബികൾക്കിടയിൽ ഗദ്യ കവിതകൾ ഉണ്ടാക്കിയ വ്യക്തി. ആരാണ്? ഗദ്യ കവിതകൾ. ഷിറുൽ മൻസൂർ എന്ന് പറയും, പ്രോസ് പോയട്രി എന്ന് പറയും. പ്രോസ് പോയട്രി ഈ മോഡേൺ അറബിക് ലിറ്ററേച്ചറിൽ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് പോയട്രി ആണത് ഈ പ്രോസ് പോയട്രി എന്ന് പറയും. ആദ്യമായിട്ട് ഈ പ്രോസ് പോയട്രി എന്ന് പറയുന്ന ഒരു സംവിധാനം അറബി സാഹിത്യത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ആര്? ഈ പറയുന്ന അമീനു റൈഹാനി. ഇദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ഫരീക്ക എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അമീനു റൈഹാനിയാണ് ആദ്യമായിട്ട് പ്രോസ് പോയട്രി എഴുതണമെന്നും അദ്ദേഹം ഫരീക്കയിലാണ് ജനിക്കണേന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫരീക്കയിൽ ജനിച്ചത് കൊണ്ട് തന്നെ
ദ ഫിലോസഫർ ഓഫ് ഫരീക്ക അഥവാ ഫൈലസൂഫുൽ ഫരീക്ക എന്ന അപരനാമത്തിലാണ് ആരറിയപ്പെട്ടത്? അമീനു റൈഹാനി അറിയപ്പെട്ടത്. ക്ലിയർ ആണോ? അപ്പം അമീനു റൈഹാനി അദ്ദേഹം ജനിക്കുന്നത് ഫരീക്കയിലാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗദ്യ കവിതകൾ അഥവാ അഷിറുൽ മൻസൂർ അഥവാ പ്രോസ് പോയട്രി എഴുതുന്നത്. അദ്ദേഹത്തെ വിളിച്ച പേരാണെന്ത്? ഫൈലസൂഫുൽ ഫരീക്ക എന്നുള്ളത്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, PSC കാർക്കൊക്കെ കുറച്ച് ഉപകാരപ്പെടുന്ന സാധനമാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് മക്കാലകൾ എഴുതുന്നത് അൽ ഇസ്ലാഹ് എന്ന് പറയുന്ന മാഗസീനിലാണ്. അദ്ദേഹം ആദ്യമായിട്ട് മക്കാല എഴുതുന്നത് എന്താണ്? അൽ ഇസ്ലാഹ് എന്ന മാഗസീനിലാണ്. ഓക്കെ, ഒരു മിനിറ്റ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാന മുഅല്ലഫാത്തുകളാണ് ജാദത്തു റുഇയ, അൽ ഹസനു ഫിൽ ഖർജ്, ദർവത്തുൽ മജ്ദി വൽ ഖത്തർ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ്? പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തൊരു വ്യക്തിയാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. അദ്ദേഹം 1883 ജനിച്ചു. 1931 മരിക്കുന്നത്. അദ്ദേഹം ഒരു സാഹിത്യകാരനും ഒരു ചിത്രകാരനും ലബനാനി സാഹിത്യകാരനുമാണ്. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ബുഷറ എന്ന ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തില് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ചെറുപ്പ കാലഘട്ടത്തില് വല്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെ ദാരിദ്ര്യം സഹിക്കവയ്യാണ്ട് 1895 ഉമ്മയും മക്കളെല്ലാരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ബോസ്റ്റണിലേക്ക് കൊണ്ടുപോയി. ഇന്ന് കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഫിക്കറിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചു കുറെ കഥകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. 1895 ബോസ്റ്റണിലേക്ക് എന്ത് ചെയ്തു? ഹിജ്റ പോയി. അവിടെ ചെന്ന് കുറെ കാലം ജീവിച്ചു. ബോസ്റ്റൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ്. ശേഷം 1898 ലബനാനിലേക്ക് ആര് തിരികെ വന്നു? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ തിരികെ വന്നു. ഓക്കെ, ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ പിതാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പിതാവ് ഭയങ്കരമായിട്ട് ഒരു മോശം വ്യക്തിയായിരുന്നു. മക്കളെ ഒന്നും നോക്കൂല, വീട്ടിനുള്ള സംഭാവനകളൊന്നും കൊടുക്കൂല, പഠിപ്പിക്കൂല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. ആർക്ക്? ഈ പറയുന്ന ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ പിതാവിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാതാവ് എന്ത് ചെയ്തത്? മക്കളെ എല്ലാരും കൂട്ടി അമേരിക്കയിലേക്ക് ഹിജ്റ പോയത്. ഇനി ഇദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇദ്ദേഹം മക്കാലകൾ രചിക്കുന്നത് അഖ്ബാർ എന്ന് പറയുന്ന അമീനുൽ ഖരീബിന്റെ അഖ്ബാർ എന്ന് പറയുന്ന പത്രത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിന് ശേഷം ഒരു 1808 ആകുമ്പോൾ, അദ്ദേഹം എപ്പോഴാണ് ജനിക്കണ? 1883. ഇദ്ദേഹം 1808 ആകുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ്? ഫ്രാൻസിലേക്ക് പോവാണ്. എന്തിനാണ്? ഇത് റസ്മു പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഫ്രാൻസിലേക്ക് പോവാണ്. അവിടെ നിന്നുകൊണ്ട് റൗദാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പെയിന്ററിൽ നിന്നെത്തും. അല്ലെങ്കിൽ ഫ്രഞ്ച് നുഹാത്തിന്റെ അടുക്കൽ നിന്ന്. നുഹാത്ത് എന്ന് പറയുന്നത് എന്താണ്? വര പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ കൂടുതലായിട്ട് പ്രാവീണ്യം നേടുകയാണ്. ബാങ്ക് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കിവിടെ കേൾക്കാറില്ല കേട്ടോ. എനിക്ക് ബാങ്ക് ഇവിടെ കേൾക്കില്ല, വീട്ടിൽ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്നത്. കുഴപ്പമുണ്ടല്ലോ അല്ലേ? കുഴപ്പമുണ്ടോ? ഓക്കെ, അദ്ദേഹം 1920 റാബിത്തത്തുൽ കലമിയ സ്ഥാപിച്ചിരുന്നു. 1927 റാബിത്തത്തുൽ കലമിയുടെ സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹമായിരുന്നു റാബിത്തത്തുൽ കലമിയുടെ പ്രിൻസിപ്പള്, അമീദ് എന്നുള്ളത്. ഇദ്ദേഹം 1931 മരിക്കുന്നത്.
1931 അദ്ദേഹം മരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. അൽ മ്യൂസിക്, അറായിസുൽ മുറൂജ്, അർവാഹുൽ മുത്തമറ്റിദ, അജ്നിഹത്തുൽ മുതകസ്സിറ, ദംഅത്തൻ വ ഇബ്തിസാമ, മവാഖിബ്, അവാസിഫ്. ഇത് ഇത്രയും അദ്ദേഹത്തിന്റെ അറബിയിലുള്ള പുസ്തകങ്ങളാണ്. ഒന്നും കൂടി ഞാൻ പറയാം. അൽ മ്യൂസിക്, അതുപോലെ അറായിസുൽ മുറൂജ്, അറായിസുൽ മുറൂജ്, അർവാഹുൽ മുത്തമജ്ജിദ, അതുപോലെ അജ്നിഹത്തുൽ മുതകസ്സിറ, പിന്നെ ദമഅ വ ഇബ്തിസാമ, കണ്ണീരും പുഞ്ചിരിയും, അൽ മവാഖിബ്, അതുപോലെ അൽ അവാസിഫ്. ഇത്രയും പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അറബിയിലുള്ള പുസ്തകങ്ങൾ. ഇനി അദ്ദേഹത്തിന്റെ ചില ഇംഗ്ലീഷിലെ പുസ്തകങ്ങളാണ് അൽ മജ്നൂൻ, ദ മാഡ്മാൻ എന്ന് പറയും, ഭ്രാന്തൻ എന്നൊക്കെ ഉള്ളത് മലയാളത്തിൽ വിവർത്തനങ്ങളുണ്ട്. അതുപോലെ സാബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോറിയൂണർ എന്ന് പറയും. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാം കേട്ടോ. ബാങ്ക് കൊടുക്കും. കഴിഞ്ഞാലൊന്ന് പറയണേ. പുസ്തകങ്ങളാണ് അൽ മജ്നൂൻ, മജ്നൂൻ ദ മാഡ്മാൻ, അസാബിക് ദ ഫോറിയൂണർ, അതുപോലെ അന്നബി എന്നുള്ളത് എന്താണ്, അദ്ദേഹത്തിന്റെ ദ പ്രോഫറ്റ് എന്ന് പറയും. അന്നബി എന്ന് വെച്ചാൽ ദ പ്രോഫറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ്. അതായത് ലോകത്തിലെ 20ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് നബി എന്ന് പറയാം. അതുപോലെ റംലു വ സബദ്, യസുഅബിനൽ ഇൻസാൻ, ആലിഹത്തുൽ അർദ്, ദ എർത്ത് ഗോഡ്സ്, ഹദീഖത്തുൻ നബി, അത്തായിഹ്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമാണ്. ക്ലിയർ ആണോ? ഖലീൽ ജിബ്രാന്റെ പുസ്തകങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു വ്യക്തിയാണ് നസീബ് അരീള. 1887 ജനിച്ചു, 1946 മരിക്കുന്ന ഒരു വ്യക്തിയാണ് നസീബ് അരീള. അദ്ദേഹം സിറിയയിലെ ഹിംസ് എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിക്കുന്നത്. സിറിയയിലെ ഹിംസിലാണ് ജനിക്കുന്നത്. 1905 അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോവാണ്. 1905 അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര പോവാണ്. ശേഷം 1912 ആകുമ്പോൾ ഇദ്ദേഹം അവിടെ ഒരു പ്രസ് സ്ഥാപിക്കാണ്. നിങ്ങളിത് ഓർത്തിരിക്കാനേ ഒരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. നസീബ് അരീള ഇവിടെ നിന്ന് സിറിയയില് വെച്ചിട്ട് എന്താണ്, ഇങ്ങനെ യാത്ര പോണ സമയത്ത്, ന്യൂയോർക്കിലേക്ക് യാത്ര പോണ സമയത്ത് ഇദ്ദേഹം കണ്ടൊരു സിനിമയുടെ പേരാണ് ടൈറ്റാനിക്. സിനിമ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര പോണത്. അപ്പൊ ഫ്ലൈറ്റിൽ യാത്ര പോയി ഇങ്ങനെ അവിടെ പോയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞില്ല. അദ്ദേഹം എന്താണ് അദ്ദേഹം കണ്ടതിലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പറയുന്ന ഈ ടൈറ്റാനിക് സിനിമ. അങ്ങനെ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം കുറെ കാലം കഴിഞ്ഞ ശേഷം ഇദ്ദേഹം വിചാരിച്ചു ന്യൂയോർക്കിലല്ലേ പോണത്, ടൈറ്റാനിക് സിനിമയൊക്കെ ഇദ്ദേഹം ആലോചിച്ചിട്ട് അറ്റ്ലാന്റിക് സമൂഹം, നിങ്ങൾക്കറിയാലോ ഈ ടൈറ്റാനിക് കപ്പൽ വന്ന് മുങ്ങണ എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പൊ ഇദ്ദേഹം ആ ഒരു ഓർമ്മയിൽ ഇദ്ദേഹം അറ്റ്ലാന്റിക് എന്ന് പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് അദ്ദേഹം 1912 അദ്ദേഹം സ്ഥാപിക്കുകയാണ് ഇവിടെ തന്നെ ന്യൂയോർക്കില്.
നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞ കഥയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ നസീബ് അലിയിലേക്ക്. പക്ഷെ ഓർത്തിരിക്കാനാണ് ഞാനത് പറയണത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ടാക്കണേ. ഓക്കെ, അപ്പൊ 1912 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അവിടെ മക്ബത്തിൽ അറ്റ്ലാന്റിക്കെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു അങ്ങനെ അറ്റ്ലാന്റിക് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അറ്റ്ലാന്റിക്കില് അദ്ദേഹം ഒരു കാണാണ്, ഒരു പ്രസ് സ്ഥാപിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അതിനുശേഷം ഒരു മജല്ല പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ മജല്ലക്ക് അദ്ദേഹത്തിന് ഒരു പേര് തോന്നി, കലകളാണ്. കലകൾ എന്ന പേരിൽ അദ്ദേഹം എന്താണ്, അഥവാ അൽ ഫുനൂൻ എന്ന പേരിൽ അദ്ദേഹം ഒരു മജല്ല പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹത്തെ വിളിച്ച പേരുകളാണ് ഷാഇറു ത്വരീഖ് എന്നോ ഷാഇറു ത്വരീഖത്തുൽ ഹയാത്ത് എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് അസിംസാമ, ദീഖുൽ ജന്നുൽ ഹിംസി, അസറാറുൽ ബിലാത്തു റൂസി, അർവാഹുൽ ഹാഇറ. ഇതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ പഠിക്കേണ്ട ഒരൊറ്റ പുസ്തകം അതായെന്നറിയോ, അർവാഹുൽ ഹാഇറയാണ്. കാരണം ഈ അർവാഹുൽ ഹാഇറ സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത് വേറൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ടാണ്. നമ്മുടെ അജ്നിഹത്തുൽ മുത്തക്കസിർ ആരുടെ പുസ്തക? ടൈപ്പ് ചെയ്യോ? അജ്നിഹത്തുൽ മുത്തക്കസിർ ടൈപ്പ് ചെയ്താൽ ഓക്കെ, ജിബ്രാന്റെ പുസ്തകമാണ് അത്. അജ്നിഹത്ത്, അതുപോലെ തന്നെ അർവാഹുൽ മുത്തമരിദ് ആരുടെ പുസ്തകം? അർവാഹുൽ മുത്തമരിദും ജിബ്രാന്റെ പുസ്തകമാണ്. സ്വാഭാവികമായിട്ടും ഇത് എന്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇപ്പൊ മുഅല്ലഫാത്ത് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ അടുത്ത് എന്ത് കൊടുക്കും? അർവാഹുൽ ഹായിറ കൊണ്ടിടും. അപ്പൊ നമുക്ക് മാറിപ്പോകും. മാറിപ്പോവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അർവാഹുൽ ഹായിറ എന്നുള്ളത്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു വ്യക്തിയാണ് എന്ത്, റിവായാണോ അല്ല ഷിയറാണോ? അത് ഷിയറാണ്. നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. അത് ദീവാന് ഷിയറാണ്. മറ്റൊരു ചോദ്യം കണ്ടിരുന്നു, റിവായാണോ? അല്ല, അത് നെറ്റിനും സെറ്റിനും ഒക്കെയാണ് അങ്ങനെ ചോദിക്കാറുള്ളത്. ഒരിക്കലും കേട്ടത്തിന് ആ രൂപത്തിൽ ചോദ്യം വരൂല. ഓക്കെ, ഇപ്പൊ അടുത്തത് ഈലിയ അബൂമാദയാണ്. ഈലിയ അബൂമാദ 1889 ജനിക്കുന്നത്. 1957 മരിക്കുന്നത്. അദ്ദേഹം ഷാഇറുൻ, ഒരു കവിയാണ്. ഇപ്പൊ മസ്റഹിയുൻ, അദ്ദേഹം എന്താണ്, ഒരു നാടകൃത്താണ്. ലബുനാനിയൻ, അദ്ദേഹം ലബുനാനി സാഹിത്യകാരനാണ്. ഉലിദബിൽ മുഹയ്യദസ, അദ്ദേഹം ജനിക്കുന്ന ലബനാനിലെ മുഹയ്യദസയിലാണ്. അദ്ദേഹം മരണപ്പെടുന്നതാകട്ടെ ന്യൂയോർക്കിലുമാണ്. ഈലിയ അബൂമാദിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? അഥവാ നമ്മൾ ഈ ചില സംഘടനകളെ ഏറ്റവും നല്ല കവി എന്നൊക്കെ പറയാറില്ലേ, അതുകൊണ്ട് തന്നെ ഈ റാബിത്തത്തുൽ കലമിയുടെ എന്താണ് ആ ഒരു എന്താണ് ആസ്ഥാന കവിയായിരുന്നു ആര്? ഈ പറയുന്ന ഈലിയ അബൂമാദി. അപ്പൊ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് അമീർ ഷുറാ റാബിത്ത എന്നോ ഷാ എന്നായിരുന്നു. അമീർ ഷുറാ റാബിത്ത എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു സാധാരണ ഈ മഹിജറ സാഹിത്യത്തിലുള്ള മറ്റുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കൂടുതലായിട്ട് സങ്കടങ്ങൾ, നമ്മൾ റഷീദ് അയ്യൂബൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ കണ്ടില്ലേ, കുറെ സങ്കടങ്ങളെ കുറിച്ച് കവിത പാടിയ വ്യക്തിന്ന. പക്ഷെ ഇദ്ദേഹം നേരെ തിരിച്ച നല്ല ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ച പേരാണ് ഷായിറു തഫാഉൽ എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹമാണ് ഏറ്റവും വലിയ നല്ല കവി എന്നും പറഞ്ഞു. ഇദ്ദേഹം എന്താണ്, റഷീദ് അയ്യൂബിന്റെ ഓപ്പോസിറ്റ് സാരാണ്. ഷായിറു തഫാഉൽ ആണ് നമ്മൾ പറഞ്ഞു. 1902 അമീർ ഷുറാ റാബിത്ത എന്ന് പറഞ്ഞാൽ അമീർ ഷുറാ മെഹിജർ എന്നും പല പേരിൽ പറയാറുണ്ട് കേട്ടോ. 1902 ഇദ്ദേഹം എന്താണ്, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക് ഇദ്ദേഹം പോവാണ്. അവിടെ എന്താണ്, ഒരു കച്ചവട അദ്ദേഹം ജീവിതത്തിൽ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ പഠനം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഈലിയ അബൂമാദി.
അങ്ങനെ 1902 അദ്ദേഹം ഈ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക് പോവുകയും അവിടെ കച്ചവടത്തിനായിട്ട് അദ്ദേഹം ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1912 അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയും അവിടെ സിൻസിനാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഈ അമേരിക്കയിലെ സിൻസിനാത്തിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ അദ്ദേഹം താമസിക്കണം. 1929 മനസ്സിലാക്കണം, 1929 അദ്ദേഹം ഒരു മജല്ല, ആദ്യം ഇത് മജല്ലയായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്, പിന്നീട് വീക്കെൻഡിൽ ട്രേസ് ആകുന്നുണ്ട്, പിന്നെ ഡെയിലി ആക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ട്രേസ് ആക്കുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഈ പറയുന്ന സമീർ എന്ന് പറയുന്നത്. നിങ്ങൾ അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. 1929 എന്താണ് സമീർ എന്ന മജല്ല പബ്ലിഷ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഈ ഇല്യ അബു മാദിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട 3 വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഒന്ന്, ഷായിറു ഷുറായി റാബിത്തത്തുൽ കലമിയാവി, ഷായിറു ഷുറായിൽ മിഹിജർ എന്ന് പറയാം. ഒന്ന്, ഷായിറു തഫാഉലാണ്. സമീർ ഇല്യ അബു മാദിയുടെയാണ്, റാബിത്തത്തുൽ കലമിയുടെ മെമ്പറാണ്. അപ്പൊ 4 പോയിന്റ്. ഒന്നും കൂടി പറയാം, ഷായിറു ഷുറായി റാബിത്ത, സമീർ എന്ന മജല്ല, റാബിത്തത്തുൽ കലമിയുടെ മെമ്പറാണ്, ഷായിറു തഫാഉലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്യ അബു മാദിയെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ ആണോ? ശരി. ഇനി ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഒന്ന് തദ്കാറുൽ മാദി, പിന്നെ രണ്ടാമത്തെ ദീവാനാണ്. ഇതെല്ലാം കവിതാ സമാഹാരങ്ങളാണ്. ദീവാന് ഇല്യ അബു മാദി, പിന്നെ ജദാവില്, ഹമായില്, തിബുർ വ തുറാബ്. അപ്പൊ തദ്കാറുൽ മാദി, ദീവാന് ഇല്യ അബു മാദി, ജദാവില്, ഹമായില്, തിബുർ വ തുറാബ് തുടങ്ങിയവയൊക്കെ എന്താണ്, ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ദീവാനുകളാണ് നമുക്കറിയാം, മറക്കരുത്. ഇനി അടുത്ത വ്യക്തിയാണ് മീഖായി നഈമ. ഈ മീഖായി നഈമ എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ ഷായിർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഷായിർ എന്ന് പറഞ്ഞില്ലേ, ആരെ ഇല്യ അബു മാദി ഷായിർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മീഖായി നഈമ നമുക്ക് പറയാൻ പറ്റും നിരൂപകനാണ്, നാക്കിദാണെന്ന് പറയാം. അതായത് നിരൂപണ സാഹിത്യ അഥവാ മെഹ്ജർ സാഹിത്യകാരന്മാർക്കിടയിലുള്ള ഒരേ ഒരു നിരൂപകനായിരുന്നു ആര്, മീഖായി നഈമ. നല്ലൊരു നിരൂപകനായിരുന്നു. ഒരേയുള്ള ജിബ്രാനൊക്കെ നിരൂപണങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയൊരു നിരൂപകനായിരുന്നു ആര്, മീഖായി നഈമ. ഇദ്ദേഹത്തിനാണ് ആദ്യത്തെ നിരൂപണത്തിലെ ഗ്രന്ഥത്തൊക്കെ ഇദ്ദേഹത്തിന് ഉള്ളത്. അവിടെ നിൽക്കട്ടെ. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ബസ്കന്ത എന്ന ഗ്രാമത്തിലാണ്. ലബനാനിലെ ബസ്കന്തയിലാണ് നഈമ ജനിക്കണത്. അദ്ദേഹം ഷായർ, ഒരു കവിയാണ്, ഖാസിൻ, ഒരു കഥാകൃത്താണ്, നാഖിദ് അദ്ദേഹം ഒരു നിരൂപകനാണ്, മസ്റഹിൻ അദ്ദേഹം ഒരു നാടകകൃത്താണ്. അപ്പം അദ്ദേഹം എവിടെയാണ്, ബസ്കന്തയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു കവിയും കഥാകൃത്തും നിരൂപകനും നാടകൃത്തും ഒക്കെയാണ് മീഖായി നഈമ. അദ്ദേഹത്തെ വിളിക്കുന്ന 2 അപരനാമങ്ങളിൽ ഒന്ന് നാസിക് ഷഹ്റൂബ്. അതിന് കുറെ കാരണങ്ങളുണ്ട്, ഞാൻ കാരണം പറയണില്ല. അദ്ദേഹം ഒരു സന്യാസിയായിട്ടൊക്കെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാസിക് ഷഹ്റൂബ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഫൈലസൂഫ് റാബിത്ത, റാബിത്തത്തുൽ കലമിയുടെ ഫിലോസഫറുമായ വ്യക്തിയാണ് മീഖായി നഈമ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം റാബിത്തുൽ കലമിയുടെ മെമ്പറുമാണല്ലോ. ഇനി ഇദ്ദേഹം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു മുസ്തഷാറൻ, ഒരു നിയമോപദേഷ്ടാവായിക്കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. വാഴ്ദ ദസ്തൂർ റാബിത്ത, അദ്ദേഹമാണ് എന്ത് ചെയ്തത്, നിയമസംഹിത രൂപീകരിച്ചത്. വാഴ്ദ വഫാത്ത് ജിബ്രാൻ. അപ്പം 1920 റാബിത്തത്തുൽ കലമിയെ സ്ഥാപിക്കുന്ന സമയത്ത് ഇദ്ദേഹം അതിന്റെ മെമ്പർ ആവുകയും അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്, ഈ പറയുന്ന മീഖായി നഈമ. അദ്ദേഹം ഈ ജിബ്രാന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ലബനാനിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ്, നഖ്ദിലെ ഒരു പുസ്തകമാണ് ഗർബാൽ എന്ന പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേറെ ഒരു പുസ്തകം ചോദിച്ചില്ലെങ്കിൽ ഗർബാൽ എന്ന പുസ്തകം ചോദിക്കുകയും ചെയ്യും. ഗർബാൽ എന്ന പുസ്തകം മീഖായി നഈമയാണെന്ന് ഇപ്പൊ അങ്ങോട്ട് പഠിച്ചോണം, പിന്നെ ഇനി പഠിക്കാൻ സമയമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ചില പുസ്തകങ്ങളൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഓരോരോ പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ് ആബാ വൽ ബനൂൻ എന്ന് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര ഗ്രന്ഥം, അഥവാ അദ്ദേഹത്തിന്റെ സിറാദാത്തിയാണ് സബഊൻ എന്നുള്ളത്. പിന്നെ ഹംസുൽ ജഫൂൻ,
നമ്മളെ അന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ ഹംസുൽ ജനൂൻ എന്നുള്ളത് നജീബ് മഹ്ഫൂദിന്റെ ഇതാണെന്ന് പറഞ്ഞിരുന്നു. ഹംസുൽ ജഫൂൻ എന്നുള്ളത് ആരുടെയാണ്? മിഹായി നഈമയുടെയാണ്. അത് കവിതയാണ്. ഓക്കെ, മറക്കല്ലേ. ഹംസുൽ ജുനൂൻ നജീബ് മഹ്ഫൂദാണ്. ഹംസുൽ ജുഫൂൻ അതാരുടെയാണ്? മിഹായി നഈമയുടെ. രണ്ടും മാറിപ്പോകരുത്. അതുപോലെ സാദൽ മആദും മറാഹിൽ എന്നുള്ള 2 ഗ്രന്ഥങ്ങളും മക്കാലകളാണ് ഇദ്ദേഹത്തിന്റെ. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ PSCക്കും കേട്ടത്തിനൊക്കെ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ സാദൽ മആദ് മറാഹിലൊക്കെ. അതുപോലെ കാന, അക്കാബിർ, ഹവാമിഷ്, അൽ യൗമുൽ അഖീർ ഈ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ കഥകളിൽ പെടുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ കഥകളിൽ പെടുന്നവയാണ് ഇതെല്ലാം. ക്ലിയർ ആണോ? മിഹായി നഈമ ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത വ്യക്തിയാണ് അബ്ദുൽ മസീഹ് ഹദ്ദാദ്. ഇദ്ദേഹത്തെ കുറിച്ച് സാധാരണ ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉണ്ടാവാറുള്ളൂ. അതായത് അസ്സായിഹ് എന്ന മജല്ല ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. അത് ഈ പറയുന്ന അബ്ദുൽ മസീഹ് ഹദ്ദാദാണ്. സാധാരണഗതിയിൽ ആ ചോദ്യം മാത്രമാണ് ചോദിക്കാറുള്ളത്. ഇനി സപ്പോസ് എന്ത് ചെയ്യാം, അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അദ്ദേഹം ഒരു കവിയാണ്, നിരൂപകനാണ്, സ്വഹാഫിൻ ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു കവിയും നിരൂപകനും ജേർണലിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആര്? അബ്ദുൽ മസീഹ് ഹദ്ദാദ്. അദ്ദേഹം ജനിക്കുന്നത് സിറിയയിലാണ്. സിറിയയിലെ ഹിംസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മരണപ്പെടുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അദ്ദേഹം ജനിക്കുന്നത് സിറിയയിലെ ഹിംസിലാണ്, മരണപ്പെടുന്നത് ന്യൂയോർക്കിലാണ്. 1912 അദ്ദേഹം ആ സാഹിബ് പബ്ലിഷ് ചെയ്യണത്. 1959 വരെ ആ പബ്ലിക്കേഷൻ നിലനിൽക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒരിക്കലും മറക്കരുത്. വേറെ ഒന്നും ഓർമ്മയില്ലെങ്കിൽ അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഏത് ഇതിലുള്ള ആളാണെന്ന് ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ സാഹിബ് എന്ന പബ്ലിക്കേഷൻ അതാരുടേതാണ്? മസീഹ് ഹദ്ദാദിന്റെ ആണെന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ, ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളിൽ ഒന്നാണ് ഹിക്കായാത്തുൽ മിഹ്ജർ. അദ്ദേഹം റാബിത്തത്തുൽ കലമിയ എന്ന സംഘടനയുടെ മെമ്പർ ആയിരുന്നു. ഇനി ചില ചോദ്യങ്ങളിലേക്ക് വരാം. ഷാഇറുൻ മിഹ്ജിരിയുൻ ഇഷ്തഹറ ബിൽ ഖമായിൽ. ഖമായിൽ എന്ന പുസ്തകത്തിനാൽ പ്രശസ്തനായ മിഹ്ജർ കവി ആരാണ്? യെസ്, കറക്റ്റ് ആണ്. ഈലി അബൂ മാലിയാണ്. അടുത്തത് നാഖിദുൻ മഷ്ഹൂറുൻ മിനൽ മിഹ്ജർ. മിഹ്ജറിലെ പ്രശസ്തനായ നിരൂപകനാരാണ്? ഷൗഖി ലൈഫാണോ, മിഹായി നഈമയാണോ, നജീബ് മഹ്ഫൂദാണോ, തൗഫീഖ് ലക്കീമാണോ? എന്ത് നല്ല രസമുള്ള ചോദ്യമാണ്. ഞാൻ പറയില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഖിദ് ആരാണെന്നൊക്കെ ചോദിക്കാം. ആരാണ്? മിഹായി നഈമയാണ്. അടുത്തത് പരിഗണിക്കപ്പെടുന്നു ലഅമലുൽ അഷ്ഹർ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ പ്രശസ്ത ഗ്രന്ഥമായി പരിഗണിക്കുന്നത് എന്താണ്? അർവാഹുൽ മുത്തമരിദ, അൻ നബിയ്, അൽ മവാഖിബ്, അറായിസുൽ മുറൂജ്. ഏതാണ്? അൻ നബി എന്ന പുസ്തകമാണ്. അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പല്ലേ? അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ അർവാഹുൽ മുത്തമരിദ ആരുടെ പുസ്തകമാണ്? ജസ്റ്റ് ടൈപ്പ് ചെയ്യാവോ? ഞാൻ ചാറ്റ് നോക്കുന്നുണ്ട്. അർവാഹുൽ മുത്തമരിദ ജിബ്രാന്റെ ആണ്. മവാക്കിബോ? അതും ജിബ്രാന്റെ ആണ്. അറായിസുൽ മുറൂജോ? അതും ജിബ്രാന്റെ ആണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താ? ജിബ്രാന്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ഏതെന്നാണ്. അതേതാണ്? അൻ-നബി എന്ന പുസ്തകമാണ്. ഇനി ഒരു ചോദ്യമാണ്, ഒരു കുടുക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ നോക്കട്ടെ. ഇഖ്റ തസ്രീഹാത്തുൽ ആത്തിയ വൈക്തശഫ മിൻഹൽ ഖാത്തിയ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് തെറ്റായവ തെരഞ്ഞെടുക്കാനാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ശരിയായ തെരഞ്ഞെടുക്കാനല്ല, തെറ്റായ തെരഞ്ഞെടുക്കാന്നുള്ളതാണ്. റമിയത്ത് മിൻ ഗൈരി റാം ലി സലീം ബുസ്താനി. സലീം ബുസ്താനിയുടെ റമിയ മിൻ ഗൈരി റാം എന്നുള്ളത് അവ്വൽ ഖിസ്സ ഖസീറ ഫിൽ അദബുൽ അറബി, അറബി സാഹിത്യത്തിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയാണ്. ഖാന ജിബ്രാൻ ഖലീൽ ജിബ്രാൻ റഈസുൽ ഉസ്ബ അൽ അൻദലുസിയ. അസ്ബത്തുൽ അൻദലുസിയയിലെ റഈസാണ് ജിബ്രാൻ. മാറുനുക്കാഷിന്റെ അൽ ബഖീൽ എന്ന നാടകം
ഈ തർജിമത്തുല്ലി മസ്റഹിയത്തിൻ ഉറൂബിയ, യൂറോപ്യൻ നാടകത്തിന്റെ ഒരു വിവർത്തനമാണ്. നാലാമത് എന്താ പറയണത്? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഹുവൽ അദീബുൽ അറബി അല്ലദി യുഅദ്ദിഫു ബൈനൽ ഖുറാ ഗൈറൽ അറബിയ അക്സർ. അറബികളല്ലാത്ത അനറബികളായിട്ടുള്ള വായനക്കാർക്കിടയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു അറബി സാഹിത്യകാരനാണ് ആര്? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ. ഏതാണ് ആൻസർ വരുന്നത്? ശരി, നിങ്ങൾ എല്ലാവരും ബി, എ പറയുന്നവരുണ്ട്, ബി പറയുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ആൻസർ റെഡിയാക്കാൻ കാരണം? കാരണം ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്തിന്റെ റയീസാണ്? റാബിത്തത്തുൽ കലമിയുടെ റയീസാണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടല്ലേ, ഈ റമിയത്ത് മിൻ ഗൈരി റാം അല്ലല്ലോ, ഫിൽ കിത്താർ ആണല്ലോ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അവ്വൽ കിസ്സ കസീറാന്ന് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? അങ്ങനെ ഒരു ഡൗട്ടില്ല നിങ്ങൾക്ക്? ഈ ഫിൽ കിത്താർ എന്ന് പറയുന്നത് ലക്ഷണമൊത്ത ആദ്യത്തെ, അതായത് ഫന്നി ആയിട്ടുള്ള ആദ്യത്തെ കഥയാണെന്ത് ഈ പറയുന്ന ഫിൽ കിത്താർ എന്നുള്ളത്. പക്ഷേ ആദ്യത്തെ കഥ എന്ന് പറയുന്നത്, ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് സലീം ബുസ്താനി എന്ന ലബനാനി സാഹിത്യകാരനായിട്ടുള്ള സലീം ബുസ്താനിയുടെ റംയത്ത് മിൻ ഗൈരി റാം എന്നുള്ള കഥയാണ്. 1800 സംതിങ്ങിലാണ് അത് എഴുതുന്നത്. 1870-കൾക്ക് ശേഷം എന്താണ് സലീം ബുസ്താനി ആദ്യമായിട്ട് ഈ ഒരു കഥ എഴുതുന്നത്. ഓക്കെ, സെറ്റ്. അർവാഹുൽ മുത്തമദ്ദിദ മിൻ മുസന്നിഫാത്തി ഇലിയാബു മാലി ഖലീൽ മുത്തറാൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ താഉസൈ. മക്കളെ നിങ്ങളൊന്ന് മാക്സിമം മൈക്ക് മുട്ടാക്കണേ. യൂണിഫോം എവിടെ നിൽക്ക്? ഓക്കെ, നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓക്കെ, അർവാഹ് മുത്തമദ്ദിദ് ജിബ്രാന്റെ പുസ്തകമാണ്. ഇനി അടുത്തത് നമ്മൾ തന്നെ പ്രധാനമായിട്ട്, അപ്പൊ ഇത്രയാണ് ജിബ്രാൻ നമ്മുടെ ഈ പറയുന്ന റാബിത്തത്തുൽ കലമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അസ്ബത്തുൽ അന്ദലുസിയുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ പറ്റിയിട്ടാണ്. അപ്പൊ അതിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അമീൻ മശ്രിഖ്. അമീൻ മശ്രിഖിനെ പറ്റിയിട്ട് എക്സാമിന് ഇങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. ലബനാനിക്കാരായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ആര്? അമീൻ മശ്രിഖ്. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ഒർസു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അതേ ലബനാനിലും എവിടെയാണ്? ലബനാനിലെ ഒർസൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? അമീൻ മശ്രിഖ് ജനിക്കുന്നത്. അദ്ദേഹം ലബനാനിൽ ജീവിച്ച വ്യക്തിയാണ്. ലബനാനിൽ മാത്രമല്ല, ന്യൂയോർക്കിലും എക്വഡോറിലൊക്കെ അദ്ദേഹം എന്തായിട്ടുണ്ട്? അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ കവിതകളെ അദ്ദേഹം അൽ ഫുനൂനിലും അസായിഹിലും ഒക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. ഈ അടുത്തൊരു വ്യക്തിയാണ് മീഷാൽ മാലൂഫ്. അപ്പൊ നമ്മൾ പറഞ്ഞ അമീൻ മശ്രിഖിനെ നമ്മൾ ആരെ പറ്റി ഇപ്പൊ പറഞ്ഞേ? ഫസ്റ്റ് പറഞ്ഞത് ആരെ പറ്റിയിട്ടാ? അമീൻ മശ്രിഖിനെ പറ്റിയിട്ടാണ്. മറക്കരുത് കേട്ടോ, അമീൻ മശ്രിഖിനെ പറ്റി മറക്കരുത്. ഇനി അടുത്ത വ്യക്തിയാണ് മീഷാൽ മാലൂഫ്. മീഷാൽ മാലൂഫിനെ കുറിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, ഉസ്ബത്തുൽ അന്ദലുസിയയുടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ആര്? മീഷാൽ മാലൂഫ്. ഇദ്ദേഹം ആദ്യമായി ഹിജ്റ പോണത്, ഇദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ സഹിലയിലാണ് മീഷാൽ മാലൂഫ് ജനിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഉസ്ബത്തുൽ അന്ദലുസിയയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മീഷാൽ മാലൂഫ് ആണ്. അദ്ദേഹം എവിടേക്കാ യാത്ര പോണത്? അദ്ദേഹം എവിടെ ജനിക്കുന്നത്? ലബനാനിലാണ്. അദ്ദേഹം ആദ്യമായി യാത്ര പോണത് വടക്കേ അമേരിക്കയിലേക്കാണ്, അഥവാ ന്യൂയോർക്കിലൊക്കെയാണ് അദ്ദേഹം യാത്ര പോണത്. 1910 അദ്ദേഹം ആദ്യത്തെ യാത്ര നടത്തുന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ബ്രസീലിലേക്ക് അദ്ദേഹം ഹിജ്റ പോവാണ്. പിന്നീട് അദ്ദേഹം എവിടേക്ക് പോവാണ്? ഹിജ്റ ബ്രസീലിലേക്ക് പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം എന്താണ്? സാവോ പോളോ എന്ന മദീനയിൽ അദ്ദേഹം ജീവിക്കാണ്. 1933 അദ്ദേഹം എന്താണ്? അൽ അസ്ബത്തുൽ അന്ദലുസിയ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. അസ്ബത്തുൽ അന്ദലുസിയ രൂപീകരിക്കുന്ന എപ്പോഴാണ്? 1933. ആരാണ് രൂപീകരിക്കുന്നത്? ആരാണ് രൂപീകരിക്കുന്നത്? മീഷാൽ മാലൂഫാണ്. യെസ്, ഇദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് നമുക്ക് പറയാൻ പറ്റും.
ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് ഫി ഹൈക്കലു ദിക്കിരി, സജീനു ലുലം തുടങ്ങിയവയൊക്കെ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത വ്യക്തിയാണ് റഷീദ് സലീം ഖൂരി. റഷീദ് സലീം ഖൂരി അദ്ദേഹം ഈ ഷാഇറുൽ കറവി എന്നോ ഷാഇറുൽ അറൂബ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് റഷീദ് സലീം ഖൂരി. നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായി പഠിക്കേണ്ട രണ്ട് പോയിന്റ് ഈ സാധനമാണ്. ഇത് മാത്രം എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഷാഇറുൽ ഖുറുവി എന്നോ അല്ലെങ്കിൽ ഗ്രാമീണ കവി എന്നോ ഷാഇറുൽ അറൂബ അറബി കവി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റഷീദ് സലീം ഖൂരി. ഖൂരി അറൂബ മറക്കല്ലേ, ഖൂരി കറവി അറൂബ, ഖൂരി കറവി അറൂബ എങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, മറക്കൂല. ഓക്കെ, ഇദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ബർബാറ എന്ന ഗ്രാമത്തിലാണ്. ഇദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ബർബാറ എന്ന ഗ്രാമത്തിലാണ്. മറക്കരുത്, ലബനാനിലെ ബർബാറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കാൻ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. റഷീദ് സലീം ഖൂരി മീഷാൽ മാലൂഫിന്റെ മരണത്തിന് ശേഷം അസ്ബത്തുൽ അന്തലുസിയയുടെ പ്രസിഡന്റ് ആയിരുന്നു. മനസ്സിലാക്ക, മീഷാൽ മാലൂഫിന്റെ മരണത്തിന് ശേഷം അസ്ബത്തുൽ അന്തലുസിയയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെ പേരാണ് ഷാഇറുൽ കറവി എന്ന റഷീദ് സലീം ഖൂരി. പഠിച്ചോ? ഓക്കെ, അപ്പോ നമുക്കിനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ പരിചയപ്പെടാം. ഇതിങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല എങ്കിലും ബവാക്കീർ, അആസീർ, സവായ ഷബാബ്, അസാഹിർ തുടങ്ങിയ ദീവാനുകളൊക്കെ ആരുടെ പുസ്തകങ്ങളിൽപ്പെട്ടതാണ്? ഈ പറയുന്ന റഷീദ് സലീം ഖൂരിയുടെ പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ വ്യക്തിയാണ്. ഇവരെല്ലാവരും എന്താണ്? അസ്ബത്തുൽ അന്തലുസിയയിലെ വ്യക്തികളാണ്. അപ്പോ ഷാഇറുൽ കറവി, ഷാഇറുൽ അറൂബ എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്? അദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? അദ്ദേഹം ജനിക്കുന്നത് ബർബാറയിലാണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തെ ഉസ്ബത്തുൽ അന്തലുസിയയുടെ സെക്കൻഡ് പ്രസിഡന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത വ്യക്തിയാണ് ഇല്യാസ് ഫർഹാത്തിനെ കുറിച്ച് സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. സാധാരണ ഇങ്ങനെ എക്സാമുകൾക്ക് പോലെ വലിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. ഇല്യാസ് ഫർഹാത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ കഫർ ഷീമയിലാണ്. ഒരു ലബനാനുകാരനായിട്ടുള്ള കവിയാണ്. ഇദ്ദേഹം അസ്ബത്തുൽ അന്തലുസിയയിലെ പ്രധാന വ്യക്തിയാണ് ആര്? ഇല്യാസ് ഫർഹാത്ത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ദീവാനുകളാണ് റുബായിയാത്ത് ഫർഹാത്ത്, ദീവാന് ഫർഹാത്ത്, ഔദത്തുൽ ഖായിബ്, അഹ്ലാമു റായി. ഇനി അടുത്ത ഒരു വ്യക്തിയാണ് ഫൗസി മാലൂഫിനെ നമ്മൾ ഒരൊറ്റ ലക്കബില് പഠിച്ചു വെക്കുക. ഫൗസി മാലൂഫിനെ അറിയപ്പെടുന്നത് ഷാഇറുൽ മുലഹമാത്ത് എന്നാണ്. അഥവാ ഈ ധീര കവിതകളല്ലേ, ഓക്കെ, എപ്പിക് കവിത എന്നൊക്കെ പറയും. ഷാഇറുൽ മുലഹമാത്ത് എന്നാണ് ആരറിയപ്പെടുന്നത്? ഫൗസി മാലൂഫിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് അലാ ബിസാത്ത് രിയഹ്. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ സഹിലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫൗസി മാലൂഫ്, ഷാഇറുൽ മുലഹമാത്ത്, അലാ ബിസാത്ത് രിയഹ്, ജനിക്കുന്നത് സഹിലയില്. പഠിച്ചേ, മറക്കരുത്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്നത് ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ച് പോണം. ഇനി സമയമില്ല നമുക്ക് പഠിക്കാനായിട്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ജോർജ് സ്വൈദഹ് സിറിയക്കാരനാണ്. ഓക്കെ, ജോർജ് സ്വൈദഹ് ആരുടെയാണ്? ജോർജ് സ്വൈദഹ് എന്താണ്? ഒരു സിറിയക്കാരനാണ്. അദ്ദേഹം 1949 അർജന്റീനയിൽ ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പേരാണ് റാബിത്തത്തുൽ അദബിയ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട സാധനം ജോർജ് സ്വൈദഹ് സ്ഥാപിച്ച സംഘടനയുടെ പേരെന്ത്? അത് റാബിത്തത്തുൽ അദബിയ എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് നവാഫില്, അതുപോലെ ഷലായ ഹസീറാന്, ദിമഷ്കുൽ ജരീഹ, അദബുന വ ഉദബഉന,
ഫിൽ മുഹാജിറുൽ അംരീക്കിയ. ഈ 4 പുസ്തകങ്ങളിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പുസ്തകങ്ങളാണ് നവാഫിലും അദബുന വ ഉദബഉന ഫിൽ മുഹാജിറുൽ അംരീക്കിയ. ഞാൻ മനസ്സിലാക്കുന്നത് നവാഫിൽ എന്നുള്ള അദ്ദേഹത്തിന്റെ ദീവാനാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഇനി ഒരു ചോദ്യത്തിലേക്ക് വരാം. ഷാഇറുൽ ഖറവി എന്ന് വിളിക്കുന്ന വ്യക്തി ആരാണ്? റഷീദ് സലീം ഖൂരിയാണോ, കൈസർ സലീം ഖൂരിയാണോ, ബഷാറ ഖൂരിയാണോ, മീശാൽ മാലൂഫാണോ? ആരാണ്? റഷീദ് സലീം ഖൂരിയാണ്. മൻ അസ്സസ റാബിതത്തുൽ അദബിയ ജംഇയ്യത്തുൻ അദബിയ അറബിയ ഫിൽ അർജന്റീന. അർജന്റീനയിലെ അറബിക് സാഹിത്യ സംഘടനയുടെ പേര്, സംഘടനയാണ് റാബിതത്തുൽ അദബിയ. ആരാണ് സ്ഥാപിച്ചത്? ജോർജ് സ്വൈദഹ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഖലീൽ മുത്റാൻ, മിഖായി നഈമ. ഓക്കെ, ജോർജ് സ്വൈദഹ് ആണ്. ഖല്ലഫ റഈസത്തു റിആസത്തുൽ അസ്ബത്തുൽ അൻദലുസിയ ബഅദ വഫാത്തി മീശാൽ മാലൂഫ്. മീശാൽ മാലൂഫിന്റെ ഭരണത്തിന് ശേഷം അസ്ബത്തുൽ അൻദലുസിയയുടെ റഈസായി സ്ഥാപിതനായ വ്യക്തി ആരാണ്? നെറ്റിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, റഷീദ് സലീം ഖൂരിയാണ്. ഇനി അടുത്തൊരു ചോദ്യം. റഷീദ് സലീം ഖൂരിയുടെ ലഖബ് എന്താണ്? മുത്തനബിൽ മഗ്റബ് എന്നാണോ, അഖ്തലി സഗീർ എന്നുള്ളതാണോ, ഷാഇറുൽ മുദ്നി എന്നാണോ, ഷാഇറുൽ ഖുറവി എന്നാണോ? ഓക്കെ, ഷാഇറുൽ ഖുറവി എന്നുള്ളതാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമ്മൾ ഈ മഹ്ജറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോ സാധാരണ ഇനി ഒരു കാര്യം, ചെറിയൊരു കാര്യം അവസാനം പറയാണ്. ഞാൻ ഇന്നൊരു മഹ്ജർ സ്പെയിൻ ലിറ്ററേച്ചർ കൂടി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സ്പെയിൻ അങ്ങനെ ക്ലാസ് എടുക്കേണ്ട ഒരു ഭാഗമല്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ മുവശഹാത്ത് എന്ന് പറയുന്ന, ശ്രദ്ധിച്ചു കേൾക്കുക, മുവശഹാത്ത് എന്ന് പറയുന്ന ഒരു സാഹിത്യധാര ഉണ്ടാകുന്നത് എവിടെയാണ്? അത് മഹ്ജർ, ഇത് സ്പെയിനിലാണ്. ഫിൽ അന്ദുലുസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അന്ദുലുസ് എന്ന് പറയും. മുവശഹാത്ത് എന്താണെന്ന് നിങ്ങൾ പഠിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ റിസാലത്തുൽ ജദ്ദിയ, റിസാലത്തുൽ ഹസിലിയ, അത് രണ്ടും ഇബ്നു സൈദിന്റെ പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ്? റിസാലത്തുൽ ജദ്ദിയയും റിസാലത്തുൽ ഹസിലിയയും. അതുപോലെ തന്നെ മറ്റു ചില ഇതുണ്ട്, തഹാഫത്ത്, ഇബ്നു റുഷ്ദിന്റെ പുസ്തകമാണ്. ഇബ്നു റുഷ്ദിന്റെ പുസ്തകമാണ് തഹാഫത്ത്. ഇത്രയും ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്താൽ മതി? ആ ഒരു ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സെഷൻ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വൗസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.